നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടു. ഞാനിന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മുരുക ക്ഷേത്ര നടയിലാണ്. കുമാരകോവിൽ ക്ഷേത്ര നടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കുമാരകോവിലിൻ്റെ കാഴ്ചകളും മുരുകൻ്റെ വിശേഷങ്ങളും ഒക്കെയായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. മലയുടെ നെറുകയിൽ മുരുകൻ വാഴുന്ന കോവിലുകൾ അനവധിയുണ്ട് തമിഴ്നാട്ടിൽ. അവയെല്ലാം നാട്ടുപഴമയോട് ചേർന്ന് നിൽക്കുന്നവയുമാണ്. അവയിൽ ശ്രീമുരുക പരിണയത്തിൻ്റെ കഥ പറയുന്ന ദേവസ്ഥാനമാണ് വേളിമല കുമാരസ്വാമി ക്ഷേത്രം അഥവാ കുമാരകോവിൽ. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള വേളി എന്നാൽ കല്യാണം എന്നർത്ഥം വരുന്ന വേളിമല കുമാരസ്വാമി ക്ഷേത്രം കുമാരകോവിൽ എന്ന പേരിലാണ് പ്രസിദ്ധമായിരിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ തക്കലയ്ക്ക് സമീപമുള്ള കുമാരകോവിൽ തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും തീർത്ഥാടകർ ഏറെ എത്തുന്നത് കേരളത്തിൽ നിന്നാണ്. വൈവിധ്യമാർന്ന ഒരുപാട് ആചാര വിശ്വാസങ്ങളുടെ സങ്കേതം കൂടിയായ കുമാരകോവിലിൽ എത്തുമ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ വശ്യ സൗന്ദര്യവും നമുക്ക് ദൃശ്യമാകും. പ്രൗഢിയോടെ സമന്വയിക്കുന്ന ഈ പുണ്യസങ്കേതം സുബ്രഹ്മണ്യ സ്ഥലം അഥവാ കുമാരക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ശ്രീകോവിലിനുള്ളിൽ 8 അടി 8 ഇഞ്ച് പൊക്കത്തിലാണ് മുരുകപ്രതിഷ്ഠയുള്ളത്. ഒറ്റക്കല്ലിൽ കൊത്തിയ വിഗ്രഹത്തിന്റെ ചെവികൾ രണ്ടും നീണ്ടിരിക്കുന്നതായി കാണാം. ശ്രീബുദ്ധന്റെ കാലഘട്ടത്തിലാവും വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. ദൂരെ സുചീന്ദ്രത്തുള്ള സ്ഥാണുമാരെ പെരുമാൾ എന്നറിയപ്പെടുന്ന ശ്രീ പരമേശ്വര ക്ഷേത്രത്തിലേക്ക് നോക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 6.5 അടി ഉയരത്തിൽ പണിതിട്ടുള്ള വള്ളി വിഗ്രഹവും ഉണ്ട് ശ്രീകോവിലിൽ. വേളിമല ശ്രീ കുമാരസ്വാമി ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ആ പടിക്കെട്ടിന് മുകളിലേക്ക് അകത്തേക്ക് ക്യാമറ ഷൂട്ടിംഗ് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ പുറം ഭാഗം മാത്രമാണ് ക്ഷേത്രത്തിനെ കുറിച്ച് നിങ്ങളെ കാണിക്കാൻ കഴിയുക. ഈ ഇടത് സൈഡിൽ കാണുന്ന വേളിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ശ്രീമുരുക ക്ഷേത്രമാണ് കുമാരകോവിൽ. കുമാരസ്വാമി മണവാള കുമാരൻ എന്നാണ് കുമാരകോവിലിലെ മൂർത്തി അറിയപ്പെടുന്നത്. ക്ഷേത്രോൽപത്തിക്ക് നിദാനമായ ഐതിഹ്യം ഇങ്ങനെയാണ്. നാഞ്ചി നാട്ടിലെ കുറവ രാജാവായിരുന്ന നാഞ്ചിലിന്റെ പുത്രിയായിരുന്നു വള്ളി ദേവി. വള്ളിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച സുബ്രഹ്മണ്യ സ്വാമി അതിനുള്ള തയ്യാറെടുപ്പുകളോടെ വേളിമലയിലെത്തി. സഹോദരൻ ഗണപതിയും കൂട്ടിനുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഒരു ആനയുടെ രൂപത്തിലാണ് ഗണപതി അവിടെ എത്തിയത്. രാജകുമാരിയായ വള്ളി ഗണപതിയെ കണ്ട് കാട്ടാന മതമിളകി വരുന്നതാണെന്ന് ധരിച്ച് ഭയന്നോടി. രാജകുമാരി ചെന്നുപെട്ടത് സാക്ഷാൽ സുബ്രഹ്മണ്യന്റെ മുന്നിലാണ്. സുബ്രഹ്മണ്യനെ ദർശിച്ച മാത്രയിൽ വള്ളി പ്രണയാതുരയായി. ഗണപതിയുടെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് തന്നെ ഇരുവരും വിവാഹിതരായി എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് മുമ്പിലുള്ള തൃക്കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഇപ്പോഴും വർഷാവർഷം സുബ്രഹ്മണ്യ സ്വാമിയുടെയും വള്ളി ദേവിയുടെയും കല്യാണം ആചാരങ്ങളെ സാക്ഷിയാക്കി നടത്തിവരുന്നു. പ്രണയിക്കുന്നവരുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളിൽ നിറയുന്ന ദേവസന്നിധി കൂടിയാണ് കുമാരകോവിൽ.
വേളിദേവിയുമായുള്ള വിവാഹത്തിന് സഹായിച്ച കല്യാണ വിനായകരുടെ രൂപം മുരുകക്ഷേത്രത്തിൽ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെയും വള്ളി ദേവിയുടെയും പ്രണയ സാഫല്യത്തിന് സന്ദർഭമൊരുക്കിയ ഗണപതി ഇവിടെ കല്യാണ ഗണപതിയായി അറിയപ്പെടുന്നു. കുമാരകോവിൽ ക്ഷേത്രത്തിൽ മഹാദേവർ, ശിവകാമി തുടങ്ങിയ ദേവതകളെ കൂടാതെ അത്യപൂർവമായൊരു പ്രതിഷ്ഠയും കോവിലും കൂടി ഇവിടെ കാണാം. പാർവതി ദേവിയുടെ അച്ഛൻ ദക്ഷന് സമർപ്പിച്ചിരിക്കുന്ന കോവിലാണിത്. കുമാരകോവിലിലെ മുരുകന് അറുമുഖ നയനാർ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. വള്ളി ദേവിയുടെ ജന്മസ്ഥലമായും ക്ഷേത്രത്തെ കണക്കാക്കുന്നു. മുരുകനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന ആഘോഷങ്ങളും കുമാരകോവിലിൽ വളരെ പ്രാധാന്യത്തോടെ കൊണ്ടാടുന്നു. നവരാത്രി ഉത്സവവേളയിൽ കൽക്കുളം പത്മനാഭ കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്ന് സരസ്വതി ദേവി, സുചീന്ദ്രത്തു നിന്നും 300 നങ്ക എന്നിവരോടൊപ്പം വേളിമല കുമാരസ്വാമിയും അലങ്കരിച്ച വെള്ളിക്കുതിരപ്പുറത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങുണ്ട്. നൂറ്റാണ്ടുകളായി നടന്നു വരുന്നതാണ് ഈ ആചാരം. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് നവരാത്രി എഴുന്നള്ളത്ത് ഇന്നത്തെ രൂപത്തിലാക്കിയത്. വേലുത്തമ്പി ദളവയുടെ അമ്മ കാണിക്കയായി നൽകിയതാണ് കുമാരസ്വാമിയെ എഴുന്നള്ളിക്കുന്ന വെള്ളിക്കുതിര. തമിഴ് മാസമായ പങ്കുനിയിലെ അനുരാധ നക്ഷത്രത്തിൽ കുമാരകോവിലിൽ 7 ദിവസത്തെ ഉത്സവത്തിന് തുടക്കമാകും. വള്ളി പരിണയ ചടങ്ങാണ് ഏറെ സവിശേഷമായത്. ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള തിരുക്കല്യാണ മണ്ഡപത്തിലേക്ക് കുമാരസ്വാമിയെ ഘോഷയാത്രയായി കൊണ്ടുപോകും. അവിടുന്ന് വലിയ ഘോഷയാത്രയായി തിരികെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും. രാത്രി ക്ഷേത്രമണ്ഡപത്തിൽ ഔപചാരികമായി കല്യാണം നടത്തും. വൈകാശി, വിശാഖം, തൈപ്പൂയം, സ്കന്ദഷഷ്ഠി എന്നീ ആഘോഷങ്ങളും ഇവിടെ പ്രാധാന്യമാണ്. കാർത്തിക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച കുമാരസ്വാമിക്ക് കാവടിയും അർപ്പിക്കുന്നു. കുത്തനെ നിർമ്മിച്ചിരിക്കുന്ന 40 പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. കുമാരകോവിലിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.